നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാറ്റാർക്കനുകൂലം പരിശോധിക്കാം. നമുക്കിന്ന് നമ്മോടൊപ്പം ചേരുന്നു സ്പെഷ്യൽ അതിഥിയായി അഡ്വക്കേറ്റ് എ ജയശങ്കർ. കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് PH സനൽകുമാറും നമ്മോടൊപ്പം ചേരുന്നു. ഇരുവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എറണാകുളം മണ്ഡലത്തെക്കുറിച്ചാണ്. കേരളത്തിലെ മെട്രോ മണ്ഡലം, UDFിൻ്റെ ഉറച്ച കോട്ട. ഇവിടെ ആർക്കാണ് ഇക്കുറി മേൽക്കൈ എന്ന് പരിശോധിക്കാം. സ്ഥാനാർത്ഥി പട്ടികയിൽ ആരൊക്കെ ഇടം ലഭിച്ചേക്കുമെന്ന് പരിശോധിക്കാം. അതും അഡ്വക്കേറ്റ് എ ജയശങ്കറിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, UDFിൻ്റെ മലപ്പുറം അല്ലേ? അതാണ് അങ്ങയുടെ ഭാഷയിൽ കോൺഗ്രസിന്റെ മലപ്പുറം. കോൺഗ്രസിന്റെ മലപ്പുറം. മുസ്ലിം ലീഗിന്റെ മലപ്പുറം പോലെയാണ് കോൺഗ്രസിന്റെ എറണാകുളം. അതായത് ഘടകകക്ഷികളുടെ ഒന്നും പിന്തുണ ഇല്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ കൈപ്പത്തി അടയാളത്തിന് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് എന്നത്തെ നിലയ്ക്കും എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത. അവിടെ സാമുദായികമായിട്ട് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ, ഉദാഹരണത്തിന് ലത്തീൻ കത്തോലിക്കർക്ക് എറണാകുളം ഭാഗത്ത് വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ കാണപ്പെട്ട ദൈവം ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. ആ സമുദായത്തിൽപ്പെട്ട ഏറെക്കുറെ എല്ലാ ആൾക്കാരും കോൺഗ്രസ്സുകാരാണ്. സിറിയൻ ക്രിസ്ത്യാനികൾ അത്ര അധികമില്ല, പക്ഷെ അവരും ഇത് തന്നെയാണ്. നായർ സമുദായം, അത് പഴയ കൊച്ചി നാട്ടുരാജ്യത്തിൽപ്പെട്ട ആ പ്രദേശത്ത് നായന്മാർ ജനിക്കുന്നത് കോൺഗ്രസ് ആയിട്ടാണ്. അത് ചാലക്കുടിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നായർ സമുദായം, മുസ്ലിങ്ങൾ, ഇങ്ങനെ പ്രബലമായ സമുദായങ്ങളൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, ഞാനും കോൺഗ്രസ്സാണ്, എൻ്റെ മകനും കോൺഗ്രസ് ആവും. അതാണ് അവിടുത്തെ ഒരു സാധാരണ രീതി. ഇവർക്ക് കോൺഗ്രസ്സിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടൊന്നുമല്ല, അതൊരു ശീലമായി. ശീലം എന്ന രീതിയിൽ ആളുകൾ ഹാബിച്വലായിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതിൽ അത് സാധാരണ ഒരു മാറ്റമില്ല. പിന്നെ അത് CPMകാർക്കും അറിയാവുന്നതുകൊണ്ട് അവർ അത്ര വലിയൊരു പരീക്ഷണത്തിനൊന്നും മുതിരില്ല. ഇനി എറണാകുളം മണ്ഡലം പിടിച്ചെടുത്തിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വലിയ തരംഗത്തിലാണ് LDF അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചത്. 67 വലിയ തരംഗം. സപ്തകക്ഷി മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരും. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രബലമായ ഘടകകക്ഷികളൊക്കെ ഉണ്ട്. അപ്പോഴും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് എറണാകുളത്ത് ഈ CPM സ്ഥാനാർത്ഥി ജയിക്കുന്നത്. V വിശ്വനാഥ മേനോൻ ജയിച്ചു. 71 ആയപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് പോയി. അത് കഴിഞ്ഞ് 79 അവസാനം 80 ആദ്യമായിട്ട് നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൻട്രി ഓഷ്യൻ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം കോൺഗ്രസ്സിലെ U ഗ്രൂപ്പുകാരനാണ്. എൻട്രി ഓഷ്യൻ തോറ്റുപോയി. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ബാരിസ്റ്റർ സേവ്യർ അറക്കൽ വന്ന് മത്സരം. സേവ്യർ അറക്കൽ പൊതുവെ സമ്മതനായ സൗമ്യനായ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരനായ പല സ്വഭാവ സവിശേഷതകളും ഇല്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം ജയിച്ചു. 84 വന്നപ്പോൾ സേവ്യർ അറക്കലിന് സീറ്റ് നിഷേധിച്ചു. അത് എറണാകുളത്ത് വലിയ സ്തോപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം സേവ്യർ അറക്കലിനെ പോലെ ജനകീയനായ ഒരാൾക്ക്, സൗമ്യനായ, സർവർക്ക് സ്വീകാര്യനായ, ഒട്ടും അഴിമതിക്കാരനല്ലാത്ത ഒരാൾക്ക് സീറ്റ് നിഷേധിക്കുന്നതിനൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ സേവ്യർ അറക്കൽ തന്നെ വളരെ പ്രകോപിതനായി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് അതിശക്തമായിട്ട് പ്രതികരിച്ചു. അന്ന് മാർ ജോസഫ് കേളത്തറയാണ്. അദ്ദേഹം വെറും ഒരു ബിഷപ്പല്ല, അതിശക്തനായ ജനങ്ങളുടെ വലിയ സ്വീകാര്യതയുള്ളതാണ്. അങ്ങനെ അതിരൂപതയുടെ ആശീർവാദത്തോടി വേറൊരു ലത്തീൻ കത്തോലിക്കിൻ്റെ അവിടെ റിബലായിട്ട് മത്സരിച്ചു. ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കോൺഗ്രസ് തോക്കും എന്നുള്ളതാണ്. എതിർ സ്ഥാനാർത്ഥി A കൊച്ചുണ്ടിയാണ്. കൊച്ചുണ്ടി വലിയൊരു ട്രേഡ് യൂണിയൻ ലീഡറും പഴയ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ്സുകാരനുമാണ്. അദ്ദേഹം ആ സമയത്ത് കോൺഗ്രസ് എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. മത്സരം വളരെ ശക്തമായിരുന്നു. പക്ഷേ പ്രൊഫസർ KV തോമസ് മാഷ് അന്ന് വളരെ അപരിചിതനും പുതുമുഖവുമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തു എന്നുള്ളതും ഒരു ചർച്ചയായി. കരുണാകരൻ്റെ പേരിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കരുണാകരന് പലതരത്തിലുള്ള പല കാരണങ്ങളാലും കരുണാകരന് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ KV തോമസ്. അദ്ദേഹം തേവര SH കോളേജിലെ ഒരു അധ്യാപകൻ മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം ജയിച്ചു. 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ KV തോമസ് ജയിച്ചു. അപ്പോഴാണ് ആർച്ച് ബിഷപ്പ് കേളത്തറയ്ക്ക് സമുദായത്തിൽ യാതൊരു സ്വാധീനമില്ലെന്ന് മനസ്സിലായി. പിന്നെ അധികം വൈകാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലയിലേക്ക് വന്നു. അങ്ങനെ കേളത്തറ പിതാവ് കാലം ചെയ്തു അടുത്ത കൊല്ലം. ഞാൻ പറഞ്ഞത് അത്രയും ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. പിന്നീട് തോമസ് മാഷ് 2 തവണ കൂടി ജയിച്ചു. മൂന്നാമത്തെ തവണ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ചീത്തപ്പേരായി. കാരണം ഈ ഫ്രഞ്ച് ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട്
വലിയ അപവാദവും ആരോപണമൊക്കെ വിധേയരാണ്. അപ്പോൾ ഇയാളൊരു രാജ്യദ്രോഹിയാണ്, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവനാണെന്നുള്ളൊരു ഇമ്പ്രഷൻ സാധാരണക്കാരായ വോട്ടർമാരുടെ. അപ്പോഴും മണ്ഡലത്തിൻ്റെ കോൺഗ്രസ് സ്വഭാവത്തിന് മാറ്റമില്ല. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ വക്കീലാഫീസ് ഇരിക്കുന്ന സ്ഥലം എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ കൂടിയാണ്. ജോർജ് ഈഡനാണ് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി, ലോക്സഭയിലേക്ക് തോമസ് മാഷ്. രണ്ടുപേരും കൂടി കലൂർ ആസാദ് റോഡിൽ വോട്ട് പിടിക്കാൻ വരുന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ആളുകൾ ഈഡനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയോ ഉമ്പോക്കുകയൊക്കെ ചെയ്യും. വളരെ ജനകീയനാണ്. ഇതേ ആളുകൾക്ക് തന്നെ തോമസ് മാഷ് ഷെയ്ഖാൻ്റെ കയറിയിട്ട് കൈ നീട്ടിയ ആൾക്കാർ മുഖം തിരിക്കും, ഷെയ്ഖാൻ്റെ കൊടുക്കില്ല. അത്രയും ആ ഒരു വ്യത്യാസം ഇവർ തമ്മിൽ വന്നു. എറണാകുളം അസംബ്ലി സെഗ്മെൻറ്റിൽ ജോർജ് ഈഡൻ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചു. അതേ അസംബ്ലി സെഗ്മെൻറ്റിൽ തോമസ് മാഷ് സേവ്യർ അറക്കലിനേക്കാളും 10,000 വോട്ട് പുറകിൽ പോയി. അതേ പാറ്റേണിലാണ് വോട്ട് വന്നത്. അങ്ങനെ അറക്കൽ സേവ്യർ വീണ്ടും ജയിച്ചു LDF സ്ഥാനാർത്ഥിയായിട്ട്. അത് പുള്ളിയെ സംബന്ധിച്ചുള്ളൊരു മധുര പ്രതികാരം കൂടിയായിരുന്നു. പണ്ട് സീറ്റ് നിഷേധിച്ച് ഇദ്ദേഹത്തെ അപമാനിച്ച് വിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അറക്കൽ സേവ്യർ മരിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബൈ ഇലക്ഷനിലാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആദ്യമായിട്ട് ജയിക്കുന്നത്. അത് തന്നെയും കോൺഗ്രസ്സുകാർ തീരെ സഹകരിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റുപോയത്. അവർ യാതൊരു പ്രവർത്തനവും നടത്തിയില്ല, പണവും വാരിയിൽ ഇറങ്ങിയില്ല. അങ്ങനെ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു കൊല്ലത്തിനകത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. 98 തെരഞ്ഞെടുപ്പിൽ ജോർജ് ഈഡൻ എന്ന് പറഞ്ഞ ശക്തരായ സ്ഥാനാർത്ഥി അവിടെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അതേ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 99 ജോർജ് ഈഡൻ വിജയം ആവർത്തിച്ചു. പക്ഷേ അദ്ദേഹം ഈ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ മരിച്ചുപോയി. അങ്ങനെ 2003 വീണ്ടും ഉപതെരഞ്ഞെടുപ്പുണ്ടായി. സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ച് ജയിച്ചു. അന്ന് പക്ഷേ കരുണാകരൻ എറണാകുളത്ത് ക്യാമ്പ് ചെയ്തിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ പ്രവർത്തിച്ചു. അത് ഗ്രൂപ്പ് വൈരാഗ്യം ആയിരുന്നു. ആന്റണി മുഖ്യമന്ത്രി, കരുണാകരൻ. ആ സമയത്ത് ഇവർ കോൺഗ്രസ്സിലെ വേല വെപ്പോണ്ട് മാത്രം തോറ്റുപോയത്. 2004 വീണ്ടും ഒരു തരംഗമുണ്ടായി. തരംഗത്തിൽ വീണ്ടും സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. സെബാസ്റ്റ്യൻ പോൾ ജനറൽ ഇലക്ഷൻ ജയിച്ചത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബൈ ഇലക്ഷൻ. കാരണം ജനറൽ ഇലക്ഷനിൽ ജയിക്കാൻ എളുപ്പമല്ല, കാരണം മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ അന്ന് പറ്റിയെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ വീക്കാണ്, തീരെ വീക്കാണ്. കോൺഗ്രസ്സുകാരൻ പോലും അല്ലാത്തൊരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. കോൺഗ്രസ്സിൽ എത്രയോ ആളുകൾ ഉള്ള എത്ര നല്ല നേതാക്കന്മാരുള്ള സ്ഥലമാണ് എറണാകുളം. പക്ഷെ അവർക്ക് ആർക്കും സീറ്റ് കൊടുക്കാതെ പണ്ട് ഏതോ കാലത്ത് കാലം ചെയ്തു പോയ ഒരു ബിഷപ്പിൻ്റെ ബന്ധുവാണെന്ന കാരണം പറഞ്ഞിട്ട് എഡ്വേർഡ് ഗെട്ടയടത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് ഫീൽഡ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷെ എനിക്ക് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം അങ്ങനെ കേൾപ്പോരും കേൾവിയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. സാമാന്യ ഡീസൻ്റായിട്ട് തോറ്റു. അപ്പോൾ എറണാകുളത്ത് കോൺഗ്രസ്സിന് തോക്കാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നെ തരംഗമായിരുന്നു. 19 സീറ്റിൽ LDF ജയിച്ചു, സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സെബാസ്റ്റ്യൻ പോൾ തന്നെ വീണ്ടും മത്സരിച്ച് ജയിക്കുമായിരുന്നു. കാരണം കേരളത്തിൽ പൊതുവേ ഉണ്ടായിരുന്ന ട്രെൻഡിന് വിപരീതമായൊരു ട്രെൻഡ് എറണാകുളത്തുണ്ടായിരുന്നു. പൊതുവേ UDF ട്രെൻഡായിരുന്നു. അതിൽ ഈ സമ്പത്ത്, MP രാജേഷ്, PK ബിജു, ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പിന്നെ കാസർഗോഡ് P കരുണാകരൻ. എറണാകുളത്ത് സവിശേഷമായൊരു ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ പ്രൊഫസർ KV തോമസ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പോൾ ജോർജ് ഈഡൻ്റെ മകൻ ഹൈബി ഈഡന് സീറ്റ് കിട്ടുമെന്നാണ് KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വിചാരിച്ചത്. ഹൈബിയുടെ പേര് വെട്ടിയിട്ടാണ് തോമസ് മാഷ് വരുന്നത്. അപ്പോൾ യൂത്തന്മാരുടെ ഇടയിൽ വലിയൊരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ തന്നെ ഒരുപാട് പേര് ഇയാളൊരു അവസരവാദിയാണ്, വയറ്റിപ്പഴപ്പുകാരനാണെന്നുള്ളൊരു ധാരണ ഉണ്ടായി. അതിനുപരിയായിട്ട് ഈ KV തോമസ് ഇസ്രായേലിൻ്റെ ഒരു പക്ഷപാതിയാണ് എന്ന രീതിയിൽ ഒരു വലിയ ആരോപണമുണ്ട്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഡൽഹി സന്ദർശിച്ചപ്പോൾ അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന തോമസ് മാഷ് കേരളത്തിൽ നിന്നൊരു ഉപഹാരവുമായിട്ട് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് സംഭവം. അതുകൊണ്ട് മാഷിന് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ വല്ല താല്പര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്തു. എന്നിട്ട് മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചു. എല്ലാ മുസ്ലിങ്ങളും തോമസ് മാഷിനെതിരെ. അങ്ങനെ വലിയ ഒരു വിപരീത വികാരമുണ്ടായി. ആലുവയിൽ പോലും തോമസ് മാഷ് പുറകെ പോകുന്നത്. ആലുവ മുസ്ലിം സെൻ്ററാണ്. ആലുവ ഏത് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി. പക്ഷേ അവസാനം തോമസ് മാഷ് അപ്പോഴത്തേക്ക് ആലുവ ചാലക്കുടി പട്ടണത്തിലേക്ക് പോയി. അല്ലെങ്കിൽ തോമസ് മാഷ് ആ കാരണത്തിൽ തോറ്റുപോയത്. കളമശ്ശേരി പോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ തോമസ് മാഷ് അടിയിപ്പോയി. പക്ഷേ ഏറ്റവും അവസാനം പുള്ളി വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ 10,000-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത്തരത്തിൽ പാർട്ടിയുടെ എല്ലാ ഔദാര്യവും കൈപ്പറ്റിയ ആളാണ്. അതൊക്കെ ഒരുപാട് കിട്ടിയതാണ്, വേറെ കാര്യം. അടുത്ത തവണ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മുസ്ലിം അടക്കം ഉള്ള എല്ലാ വോട്ടും കിട്ടി. കാരണം എതിർ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണ്. ഇപ്പോൾ 2009 തന്നെയും
സെബാസ്റ്റ്യൻ പോളാണ് എതിരെന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. ഈ സിദ്ധു ജോയി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തപ്പോൾ ആളുകൾ താല്പര്യപ്പെട്ടില്ല. മാത്രമല്ല VS അച്യുതാനന്ദൻ എറണാകുളത്ത് പ്രചരണത്തിന് വന്നപ്പോൾ സിദ്ധു ജോയി അദ്ദേഹത്തോടൊപ്പം ആ തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അത് വലിയൊരു വിവാദമാക്കി മാറ്റി. കാരണം സിദ്ധു ജോയി പങ്കെടുത്തില്ല. അത് VSനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടാണ് എന്ന രീതിയിൽ. ഗ്രൂപ്പിസം വളരെ ശക്തമായ കാലമാണ്. അതുകൊണ്ടാണ് സിദ്ധു ജോയിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. അങ്ങനെ ഇത്ര ഘടകങ്ങളൊക്കെ ഉണ്ടായിട്ട് തോമസ് മാഷ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അടുത്ത പ്രാവശ്യപ്പോഴത്തേക്ക് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പിന്നത്തെ തവണ അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിച്ചു. അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 19 അന്ന് ഹൈബി ഈഡൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എല്ലായ്പ്പോഴും ലത്തി കത്തോലിക്കനായിരിക്കും. ലത്തി കത്തോലിക്കർക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനുള്ളൊരു സ്ഥലമാണ് എറണാകുളം മണ്ഡലം. അതാണ് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി അവരാണ്. ആ വിഭാഗത്തിൽ നിന്നായിരിക്കും സ്ഥാനാർത്ഥി. ഹൈബിയുടെ തന്നെ വീട് മത്സരിക്കും. BJP-യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ AK ആന്റണിയുടെ മകൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും അവിടെ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താന്നല്ലാണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. BJPക്ക് വലിയ വളക്കൂറുള്ള മണ്ണല്ല എറണാകുളം. അവിടെ ഈ ക്രിസ്ത്യൻ കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ്. 2 മണ്ഡലങ്ങളിൽ മാത്രമേ LDF, 2 സെഗ്മെൻറ്റിൽ മാത്രമേ LDFന് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മേൽക്കോയ്മയുള്ളൂ. അത് ഒന്ന് തൃപ്പൂണിത്തുറയാണ്. അവിടെ സാധാരണ LDF ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. രണ്ടാമത്തത് പറവൂരാണ്. അവിടെയും ഇപ്പോൾ സംഗതി വശാൽ VD സതീശനാണ്, മറ്റിടത്ത് ബാബുവാണ്. ഈ 2 സ്ഥലത്തുമാണ് ഹിന്ദു ശരിക്കും മേൽക്കോയ്മയുള്ളൂ. പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ എറണാകുളം ഈ ഇപ്പോൾ പറയുന്ന പോലെ ലത്തീൻ മേഖലയാണ്. അവരെല്ലാം കോൺഗ്രസിനോട് പരമ്പരാഗതമായിട്ട് അടുപ്പ് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് നഗരം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് നഗരത്തിൽ പിന്നെ സർക്കാരിനുമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു പ്രതിനിധിയെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ, അതും നിയമസഭയിലായാലും ലോകസഭയിലായാലും അതിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അധികകാലം നിന്ന് പോകുന്നത് ആ ഒരു പിന്നെ പ്രദേശത്തിന് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഒരു മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടല്ലോ. അല്ല, മാറി ചിന്തിക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്, വിദൂരമാണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ശീലമായിപ്പോയി. എൻ്റെ അമ്മയെപ്പോലെയൊക്കെയുള്ള ചില വോട്ടർമാരാണ് അവിടെ ഉള്ളത്. ഞങ്ങളുടേത് പണ്ട് മൂന്നവരായിരുന്നു, ഇപ്പോൾ ചാലക്കുടിയാണ്. അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ചിഹ്നം നുകം വച്ച കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശുവും കിടാവായിരുന്ന കാലത്ത് പശുവിനും, അത് കൈപ്പത്തി ആയ കാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അത് ഒരു മതപരമായ അനുഷ്ഠാനം എന്ന് പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മണ്ഡലത്തിലേക്ക് ഗുണം ചെയ്താലും ശരി, ദോഷം ചെയ്താലും ശരി, എന്ത് ചെയ്താലും ശരി, നമ്മുടെ ചിഹ്നം. അല്ല, അതോടൊപ്പം തന്നെ അവിടെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകം, ഈ ഇപ്പം മണിപ്പൂർ ഇഷ്യൂവിൽ ഇപ്പം BJP ഗവൺമെൻറ് കാണിച്ച അത്ര വലിയ ഒരു നല്ല കാര്യമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു എതിർപ്പുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതല്ല. ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള ഇഷ്യൂസിനോട്, പ്രത്യേകിച്ച് മൈനോറിറ്റി ഇഷ്യൂസിനോട് ഒരു വ്യക്തമായ നിലപാടെടുത്ത് നിന്നത് ഇടതുപക്ഷം മാത്രമാണ്. ആ ഒരു ആനുകൂല്യം ഇടതുപക്ഷത്തിന് എറണാകുളത്ത് കിട്ടില്ലേ? അതിനൊരു സാധ്യതയുണ്ടല്ലോ. അത് ഏറ്റവും കുറവ് ഇമ്പാക്റ്റഡ് ആക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. അതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ 3 ഘടകങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുണ്ട്. ഒന്നാമത് ലത്തീൻ കത്തോലിക്കരുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വേളാങ്കണ്ണി വാദം കഴിഞ്ഞാൽ പിന്നെ ഇന്ദിരാഗാന്ധിയാണെന്നുള്ളതാണ്. കൊച്ചി അസംബ്ലി മണ്ഡലത്തിൽ മാക്സി ജയിക്കുന്നത് LDFൻ്റെ ശക്തി കൊണ്ടോ CPMൻ്റെ ശക്തി കൊണ്ടോ മാക്സിയുടെ വ്യക്തിപരമായ ഒരു ഗ്ലാമർ കൊണ്ടും അല്ല. അത് കോൺഗ്രസിനകത്തുള്ള പല വേലവെപ്പുകളുകൊണ്ടും കാലുവാരൽ കൊണ്ടും കുതികാല് വെട്ടുകൊണ്ടും സംഭവിച്ചു പോകുന്നതാണ്. അത് എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകത ഇതാണ്. കോൺഗ്രസ്സുകാർ കൂടുതലുള്ള സ്ഥലത്ത് മാർക്സിസ്റ്റുകാർ ജയിക്കും, മാർക്സിസ്റ്റുകാർ കൂടുതലുള്ള സ്ഥലത്ത് കോൺഗ്രസ്സുകാർ ജയിക്കും. ഇപ്പോൾ മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള 2 മണ്ഡലങ്ങളുള്ളൂ. ഒന്ന് തൃപ്പൂണിത്തുറ, അവിടെ K ബാബുയുടെ MLA. മറ്റേത് പറവൂർ, അവിടെ സതീശനാണ് വളരെ കാലമായിട്ട്. അപ്പോൾ ഇതാണ്. അതേ സമയത്ത് ഈ കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും വലിയ കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ് കൊച്ചി, അവിടെ മാർക്സിസ്റ്റ് MLA. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഇതിൽ മതപരമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിന് മാത്രമേ പറ്റൂ. പണ്ട് KV തോമസ് മത്സരിച്ചപ്പോൾ ചെയ്ത പോലെ വലിയൊരു ആ ധ്രുവീകരണത്തിന് ശ്രമിക്കുക. പക്ഷേ അത് നേരെ വിപരീത ഫലം ഉണ്ടാക്കുക. കാരണം ക്രിസ്ത്യാനികളെല്ലാം കൂടി സംഘടിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തത് അങ്ങനെ. പിന്നെ ഹൈബീഡിനോട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധത്തിനൊരു കാരണമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാമുദായികമായ അടിയൊഴുക്കുകളൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. CPM ലത്തീൻ കത്തോലിക്കരെ മത്സരിപ്പിച്ചപ്പോഴും തോറ്റിട്ടുണ്ട്, നായർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചപ്പോഴും തോറ്റിട്ടുണ്ട്, സുബ്രഹ്മണ്യം പോറ്റി മത്സരിച്ചിട്ടും തോറ്റിട്ടുണ്ട്. പിന്നെ KV തോമസ് മാഷിന് അവിടെ പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. കാരണം തോമസ് മാഷിനെ തന്നെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിലേക്ക് പിന്നെ മാഷില്ല.
ഇപ്പോൾ കെ വി തോമസ് മാറിയതെപ്പോഴാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പല്ലേ. സാധാരണ കയ്യിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണ്ടല്ലോ. പക്ഷേ എന്താ സംഭവിച്ചത്, അവിടെ ഉമ തോമസിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കരുത്, പി ടി തോമസിന് കിട്ടിയേക്കാൾ വലിയ ഭൂരിപക്ഷം ഉമയ്ക്ക് കിട്ടിയതുകൊണ്ടാണ്. വെറും സഹതാപം കൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് വികാരം മാത്രമേ ശക്തമാണ്. തൃക്കാക്കരയിൽ നടന്ന പോലെ എക്സ്റ്റൻസീവായിട്ടുള്ളൊരു ക്യാമ്പയിനിങ് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടന്നില്ല. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഇങ്ങനെ നിലാവത്ത് കോഴി അഴിച്ചു വിട്ടിട്ട് എല്ലാ വീട്ടിലും കയറി വോട്ട് പിടിച്ചൊന്നും മാത്രമല്ല, അതിന് വലിയൊരു അപമാനകരമായൊരു തലം കൂടിയുണ്ട്. മുസ്ലിങ്ങളുടെ വീട്ടിൽ മുസ്ലിം മന്ത്രിമാരും, ഈഴവരുടെ വീട്ടിൽ ഈഴവ മന്ത്രിയും, നായരുടെ വീട്ടിൽ നായർ മന്ത്രിയും പോയി വോട്ട് ചോദിക്കുന്ന ആ ഒരു കാഴ്ച തൃക്കാക്കരയിൽ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഒക്കെ കഴിഞ്ഞിട്ട് സംഭവിച്ചത് മറിച്ചാണ്. കാരണം ആളുകൾ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്തു. ഇതിപ്പോൾ കെ വി തോമസ് ഫാക്ടർ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും. അദ്ദേഹം മകളുടെ പേര് മുന്നോട്ട് വെച്ചതായിട്ടാണ് കേൾക്കുന്നത് അനൗദ്യോഗികമായി. അത് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, കെ വി തോമസിൻ്റെ മകളുടെ പേര് CPM പരിഗണിക്കുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ഏതായാലും പരിഗണിക്കുന്ന പ്രശ്നമില്ല. അല്ല, CPM അല്ല, CPM അറിയില്ല. ഇതിപ്പോൾ മത്സരിച്ചാലും വലിയ വിശേഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്ത് CPM അല്ലെങ്കിൽ LDF ജയിക്കാമെന്ന് വെച്ചാൽ ഏറെക്കുറെ ഇപ്പോൾ ഹൈബിയുടെ പ്രവർത്തനം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം പൊതുവെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. ഇനിയിപ്പോൾ ബന്ധം പുലർത്തിയില്ലെങ്കിൽ പോലും ആളുകൾ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. പക്ഷേ ഇതിനിടെ കാരണം ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഹൈബിയുടെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള MP തന്നെ. പക്ഷേ ഈ എറണാകുളത്ത് ഈ അടുത്ത കാലത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഷിപ്പ്യാർഡിൻ്റെ വികസനം. ഷിപ്പ്യാർഡ് വളരെയധികം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഷിപ്പ്യാർഡിനെ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാരും ഒരുപാട് വികസന പദ്ധതികൾ അവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. ബജറ്റിലൊക്കെ അതാണ് ഉള്ളത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അമൃത് പദ്ധതി, ആ സ്മാർട്ട് സിറ്റി പദ്ധതി വളരെ ഭംഗിയായിട്ട് എറണാകുളത്ത് നടപ്പാക്കി. കേരളത്തിൽ നടപ്പാക്കിയ ഏറ്റവും നല്ല നടപ്പാക്കിയ സ്ഥലം എറണാകുളമാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു സെറ്റ് ബാക്ക് അല്ലേ അവിടെ ശരിക്കും? അല്ല, അതൊക്കെ നമ്മൾ താത്വികമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഒരു സെറ്റ് ബാക്ക് ആയേക്കാം. പക്ഷേ എറണാകുളത്തെ ആളുകളുടെ ഒരു വോട്ട് ചെയ്യുന്ന സ്വഭാവം, അവർ കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശുവായിരുന്ന കാലത്ത് പശുവിന്, കൈപ്പത്തി ആയ കാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്ത് കണ്ടീഷൻഡായി പോയി. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഹൈബി ഈഡൻ, എന്നിട്ട് പോലും DCC പ്രസിഡന്റിന്റെ പേര് ചർച്ചയായിട്ടെങ്കിലും വരുന്നുണ്ട്, ഷിയാസിന്റെ പേര്. അതെന്തുകൊണ്ടായിരിക്കാം? അത് എനിക്കറിയില്ല. അത് വല്ല മാധ്യമ പ്രവർത്തകരോട് ആരെങ്കിലും പറഞ്ഞിട്ട് പുള്ളിയുടെ പേര് ചേർപ്പിച്ചതായിരിക്കും. അല്ലാതെ കണ്ട് മുഹമ്മദ് ഷിയാസ് ഒന്നും അവിടെ മത്സരിക്കില്ല. കാരണം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. ഇത് ലത്തീൻകാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റാണ്. ഒരു ലത്തീൻകാരന്മാരെ വേറൊരു ലത്തീൻകാരനെ വരുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉറച്ച മണ്ഡലം ഹൈബി ഈഡനെ മറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ യാതൊരു ഇപ്പോഴത്തെ നിലയ്ക്ക് യാതൊരു സാധ്യതയും യാതൊരു കാണാനില്ല. ഹൈബി ഈഡൻ ഇപ്പോൾ ലത്തീൻ കത്തോലിക്കരുടെ പിന്തുണ, കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം, അതിനപ്പുറത്തേക്ക് ഹൈബി ഈഡനെ അങ്ങ് എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹത്തിന് വലിയ ഒരു ലെഗസി ഉണ്ട്. ജോർജ് ഈഡന്റെ മകൻ. അതെ, ജോർജ് ഈഡൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തുകാരുടെ ഒരു വലിയ വികാരമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ തരംഗത്തിൽ 1,69,000 പര വോട്ടിന് ഭൂരിപക്ഷം വേണമെങ്കിൽ കുറച്ച് കുറയാം. അപ്പുറത്തേക്ക് വലിയ അത്ഭുതവും വിപ്ലവവും നടക്കാൻ പോകുന്നു. ഈ അൽഫോൺസ് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല അവിടെ. അൽഫോൺസ് വന്നിട്ട് അദ്ദേഹത്തിനൊന്നും അവിടെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ അൽഫോൺസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ അപരിചിതനാണ്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല. രണ്ടാമത് അദ്ദേഹം ലത്തീൻ കത്തോലിക്കനല്ല, സിറിയൻ കത്തോലിക്കനാണ്. അതൊക്കെ വിഷയമാവും. അതൊക്കെ വിഷയമാകാം. ഇനിയിപ്പോൾ മോദി ഇഫക്റ്റ് അവിടെ എന്തെങ്കിലും, കാരണം മോദി വരുന്നുണ്ട്, ചെറിയ തോതിൽ ഉണ്ടാകും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പോലെ ചെറിയ ഒരു ഇമ്പാക്റ്റ്. പക്ഷേ ഇലക്ഷൻ തൃപ്പൂണിത്തുറ അല്ല, നമ്മുടെ തൃപ്പൂണിത്തുറ പോലെ വടക്കമ്പറവൂർ പോലെ ഉള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഹൈബിയുടെ തോപ്പിക്കാനോ അല്ലെങ്കിൽ നിർണായകമായ വിധം ഈ വോട്ട് ഷെയർ മാറ്റിമറിക്കാനോ സഹായമായിരിക്കില്ല. ഹൈബിയുടെ ചില നിലപാടുകൾ അല്ലേ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനുള്ളിൽ, അല്ല, ഹൈബിയുടെ ചില നിലപാടുകൾ കോൺഗ്രസിനകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ്. DCC പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു തരത്തിലേക്ക്. പക്ഷേ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലോ. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ, നാട്ടുകാരാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. ഏതായാലും എറണാകുളം മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തിൻ്റെ മെട്രോ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നിലവിലെ MP ഹൈബി ഈഡന് തന്നെയാണ് ഉറച്ച സാധ്യത എന്നാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത്. എതിർപക്ഷത്തിന് ആര് അണിനിരന്നാലും ഹൈബിക്ക് വലിയ ഒരു മേൽക്കൈ മണ്ഡലത്തിൽ നിലവിലുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത സ്പെഷ്യൽ ഗസ്റ്റ് അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഒപ്പം തന്നെ PH സനൽകുമാർ, ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.